ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന രണ്ട് ടോപ്പിക്കാണ്. രണ്ട് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്താണെന്നുള്ളതാണ്. രണ്ടാമത്തത് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്താണെന്നുള്ളതാണ്. ഈ രണ്ട് ചെറിയ ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ പേര് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നാണ്. ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ പുതിയൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സഹായം തേടിയതായിരുന്നു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. എന്തായിരുന്നു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ട വർക്കാണ്. ആ വർക്ക് എങ്ങനെയാണ്? ആക്സലറേഷൻ കൂടാതെയാണ് വർക്ക് ചെയ്യപ്പെടേണ്ടത്. ഈ വർക്കിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ച് 3 ഫോർമുലകൾ കണ്ടെത്തി. ഒന്ന്, ഐസൊലേറ്റഡ് പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വാസ് 1/4πε0 Q/r. സിമിലർലി ഇതേപോലെ തന്നെയാണ് ഒരു യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ കണ്ടക്ടറും ആക്ട് ചെയ്യുക. അതിന്റെയും പുറത്തുള്ള പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 1/4πε0 Q/r ആണ്. സർഫസിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 1/4πε0 Q/R ആണ്. വേർ R is radius of the spherical conductor and inside the electric potential is same as that on the surface, which is 1/4πε0 Q/R. അങ്ങനെ inside this surface, inside the spherical conductor, electric potential is same. On the surface also electric potential is same. They are 1/4πε0 Q/R. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ എത്തി നിൽക്കുന്നു. ഇലക്ട്രിക് ഡൈപോളിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടു 1/4πε0 P cos θ/r², where P is dipole moment, theta is the angle between the straight line joining the point and the center of the dipole with the axis of the dipole. R is distance to the point from the center of the dipole, and it is maximum 1/4πε0 P/r² along the axial line, and it is equal to 0 along the equatorial line. ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒരു ഡൈപോളിൽ 0. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. നമ്മളിപ്പോ ഇന്ന് പറയാൻ പോകുന്ന ആദ്യത്തെ പോയിന്റ് പൊട്ടൻഷ്യൽ എനർജി, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. അതൊരു സിസ്റ്റം ഓഫ് ചാർജസിനാണ് നമ്മൾ പറയുക. ഇപ്പൊ ഏറ്റവും എളുപ്പത്തിന് 2 ചാർജുകൾ ഉണ്ടെന്ന് കരുതുക. ഇപ്പൊ ഞാൻ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് Q1 ഉം Q2 ഉള്ള 2 ചാർജുകൾ അവര് ഫ്രീ സ്പേസ് r ദൂരത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും. ഏറ്റവും എളുപ്പത്തിൽ 2 പോയിന്റ് ചാർജുകളുടെ പൊട്ടൻഷ്യൽ എനർജി അതറിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ചാർജുകൾ ഉണ്ടെങ്കിലും പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോ നമ്മുടെ കയ്യിൽ 2 ചാർജുകൾ ഉണ്ട്. പോയിന്റ് ചാർജുകളാണ് Q1 ഉം Q2 ഉം. അവര് ഫ്രീ സ്പേസിൽ അവർക്കിടയ്ക്കുള്ള ദൂരം r ആണ്. നമ്മൾ അവരുടെ പൊട്ടൻഷ്യൽ എനർജി, ആ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി കാണാൻ പോവുക. ഡെഫിനിഷൻ ഇതാണ്: ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് ദീസ് ചാർജസ് at their present positions from infinity without any acceleration. The work done to bring the point charges into their current positions, their present positions from infinity without any acceleration. ഇൻഫിനിറ്റിയിൽ നിന്നും അവരെ പിടിച്ചുകൊണ്ടുവരിക. എവിടേക്കാണ് പിടിച്ചുകൊണ്ടിരുന്നത്? അവരിപ്പോ ഇരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പിടിച്ചുകൊണ്ടുവരിക. ആ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ട വർക്ക് കൊണ്ടുവരുന്ന സമയത്ത് വീണ്ടും ആക്സലറേഷൻ ഉണ്ടാവാൻ പാടില്ല. ഈ വർക്കാണ് ആ സിസ്റ്റത്തിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ നോക്കുക, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് 2 പോയിന്റ് ചാർജുകളുടെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം ആരും ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു ചാർജും അവിടെ ഇല്ലായിരുന്നെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്രയും 0 ആവും. സ്വാഭാവികമായിട്ടും Q1 എന്ന് പറയുന്ന ചാർജിനെ ഞാൻ ആദ്യം ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്നിരുത്തുക. അപ്പോ ആദ്യം ഈ Q1 ആണ്. ആദ്യം ആരും ഉണ്ടായിരുന്നില്ല. Q1നെ ഞാൻ മെല്ലെ കൊണ്ടുവന്നു. Q1 വരുന്ന സമയത്ത് അവിടെ ആരുടെയും ഫീൽഡ് ഇല്ലാത്തതുകൊണ്ട് വർക്ക് വല്ലതും വേണ്ടി വരുമോ? ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തടത്തോളം കാലം ഫോഴ്സ് ഉണ്ടാവില്ല. ആ ചാർജിനെ നീക്കാൻ വർക്കൊന്നും ചെയ്യേണ്ട. അപ്പൊ Q1 വരുന്ന സമയത്ത് വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് Q1നെ നമ്മൾ കൊണ്ടുവരുന്നു ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പോയിന്റിലേക്ക്. വർക്ക് ഈസ് 0. അപ്പൊ Q1നെ എത്തിക്കാൻ വർക്ക് വേണ്ട. ഇനി രണ്ടാമതാണ് നമ്മൾ ആരെ കൊണ്ടുവരാൻ പോകുന്നത്? ആ സിസ്റ്റത്തിൽ Q2നെ കൊണ്ടുവരാൻ പോകും. Q2നെ കൊണ്ടുവരുമ്പോൾ വർക്ക് വേണ്ടി വരുമോ? ഇല്ലയോ? വേണ്ടി വരും. എന്താ വേണ്ടി വരാൻ കാരണം? Q1ന്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടായി കഴിഞ്ഞു. അപ്പൊ Q1ന്റെ ഇലക്ട്രിക് ഫീൽഡിലേക്കാണ് Q2നെ കൊണ്ടുവരുന്നത്. സ്വാഭാവികമായിട്ടും വർക്ക് ചെയ്യേണ്ടി വരും, കാരണം അവിടെ ഫോഴ്സ് ഉണ്ടാവും. അപ്പോ Q1ൽ നിന്ന് 6 ദൂരത്ത് ഉള്ള പോയിന്റിലേക്കാണ് ഞാൻ Q2നെ കൊണ്ടുവരുന്നത്. Q1ൽ നിന്ന് 6 ദൂരത്താണ് Q2 ഇരിക്കുന്നത്. അവിടേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത്. ആരെ കൊണ്ടുവരുന്നത്? Q2നെ. എവിടുന്നാ കൊണ്ടുവരുന്നത്? ഇൻഫിനിറ്റിന്ന്. എങ്ങനെയാ കൊണ്ടുവരുന്നത്? ആക്സലറേഷൻ കൂടാതെ. എന്താ ഫോർമുല നമ്മുടെ കയ്യിലുള്ളത്? W = QV. വർക്ക് ഡൺ = ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ. Q എന്ന് പറയുന്ന ചാർജിനെ
വി എന്ന് പറയുന്ന ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജിനെ വി എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ട വർക്ക് ക്യൂ ഇൻറ്റു വി ആണ്. W ഈക്വൽ ടു ക്യൂ വി, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫോർമുല ഓഫ് ദിസ് ചാപ്റ്റർ. അപ്പോ ആരെയെ കൊണ്ടുവരുന്നത്? Q2 കൊണ്ടുവരുന്നത്. അപ്പൊ Q2 ഇൻറ്റു അവിടുത്തെ പൊട്ടൻഷ്യൽ വി ആണെന്ന് വിചാരിക്കുക. അപ്പൊ W വർക്ക് ഡൺ ടു ബ്രിങ് Q2 ഈസ് W ഈക്വൽ ടു Q2 ഇൻറ്റു വി. Q2 ഇൻറ്റു വി. വാട്ട് ഈസ് ദാറ്റ് വി? വി അവിടെ ആരുണ്ടാക്കിയതാണ്? Q1 എന്ന് പറയുന്ന ചാർജ് ക്രിയേറ്റ് ചെയ്തതാണ് ആ വി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ. ആറ് ദൂരത്ത് Q1 എന്ന് പറയുന്ന ചാർജ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? വി നോ 1/4πε0 Q1/R. 1/4πε0 Q1/R. അപ്പൊ വിന്റെ സ്ഥാനത്ത് 1/4πε0 Q1/R കൊടുത്താൽ ദാറ്റ് വർക്ക് ഡൺ ബിക്കംസ് എന്തായിട്ട് മാറും? Q2 ഇൻറ്റു വി ബിക്കംസ് Q2 ഇൻറ്റു 1/4πε0 Q1/R. വൃത്തിയാക്കി എഴുതിയാൽ ദാറ്റ് വർക്ക് ഡൺ ബിക്കംസ് 1/4πε0 Q1 Q2/R എന്ന് കിട്ടും. ദിസ് വർക്ക് ഡൺ ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം ഓഫ് Q1 ആൻഡ് Q2. പൊട്ടൻഷ്യൽ എനർജിക്ക് ഉപയോഗിക്കുന്ന ലെറ്റർ ആസ് യൂഷ്വൽ U എന്നുള്ള ലെറ്റർ ആണ് ഉപയോഗിക്കുക. സോ U ഈക്വൽ ടു 1/4πε0 Q1 Q2/R. അപ്പൊ Q1 Q2 എന്ന് പറയുന്ന രണ്ട് പോയിന്റ് ചാർജുകളുടെ ഇടയ്ക്കുള്ള ദൂരം R ആണ്. ഒരു ഫ്രീ സ്പേസിലാണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി 1/4πε0 Q1 Q2/R. നേരത്തെ എന്തോന്ന് പഠിച്ചിരുന്നല്ലോ? 1/4πε0 Q1 Q2/R² എന്തായിരുന്നു? ദാറ്റ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ദ ചാർജസ്. ഇപ്പൊ കിട്ടിയത് 1/4πε0 Q1 Q2/R. ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം ഓഫ് ചാർജസ്. ഇനി ഇതേപോലെ മൂന്നാമത്തെ ഒരു ചാർജിനെ Q3 ഉണ്ട് വിചാരിക്കാം. Q3 കൊണ്ടുവരണമെങ്കിൽ അവിടെ ആരൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും? Q1 ഉണ്ടാക്കിയ പൊട്ടൻഷ്യൽ ഉണ്ടാവും, Q2 ഉണ്ടാക്കിയ പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഈ രണ്ട് പൊട്ടൻഷ്യലും കൂടി കൂട്ടുക, എന്നിട്ട് Q3 കൊണ്ടുവരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ മൊത്തം മൂന്നാക്കാരെയും കൂടി ആ Q3 കൊണ്ടുവരാൻ വേണ്ട വർക്ക് കിട്ടും, Q2 കൊണ്ടുവരാൻ വേണ്ട വർക്ക് ഓൾറെഡി കിട്ടി. ഇങ്ങനെ ഇതൊക്കെ കൂടി കൂട്ടിയാൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി കിട്ടും. ഇങ്ങനെ ഓരോരോ ചാർജിനെ കൊണ്ടുവരുമ്പോഴും നിങ്ങളുടെ പൊട്ടൻഷ്യൽ കൂടി വരും, സ്വാഭാവികമായിട്ടും വർക്ക് കൂടി വരും. ഇങ്ങനെ എല്ലാ ചാർജിനെയും കൊണ്ടുവരാൻ ആ പോയിന്റുകളിലേക്ക് എത്തിക്കാൻ വേണ്ട ആകെ വർക്കിനെ വിളിക്കുന്ന പേരാണ് ആ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായി എന്ന് കരുതുന്നു. വാട്ട് ഈസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ്? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് ദ ചാർജസ് ടു ദയർ പ്രസന്റ് പൊസിഷൻസ് ഫ്രം ഇൻഫിനിറ്റി വിത്തൌട്ട് എനി ആക്സിലറേഷൻ. ടോട്ടൽ വർക്ക് ഡൺ. So for a system consisting of 2 point charges Q1 and Q2 separated by a distance R in free space, the potential energy of that system is 1/4πε0 Q1 Q2/R. Problem തന്നാ ചെയ്യാൻ അറിയാം. 1/4πε0 വാല്യൂ നിങ്ങൾക്ക് 9 × 10⁹ എന്നറിയാം. Q1 നെയും Q2 നെയൊക്കെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, R നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു ക്യാൻ കാൽക്കുലേറ്റ് പൊട്ടൻഷ്യൽ എനർജി. പ്രോബ്ലം തന്നാൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ആ ടോപ്പിക് ഒന്നാമത്തെ ഒരു ഷോർട്ട് ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്യും. രണ്ടാമത്തെ കാര്യം അതിനേറെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പൊ രണ്ടാമത്തെ ടോപ്പിക് ഇന്നത്തെ ക്ലാസ്സിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? ആ പോയിന്റിൽ തന്നെ ഉണ്ടല്ലോ. എന്തായാലും പല കൊല്ലം പരീക്ഷയ്ക്ക് ആവർത്തിച്ച ചോദ്യമാണ്. നന്നായി ശ്രദ്ധിക്കുക. ഞാൻ ഇന്ന് ആ പോയിന്റ്സ് പറയുമ്പോൾ നിങ്ങൾ നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് ഇത് കേട്ടിട്ട് എഴുതിയെടുക്കുക. എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? ഇക്വിപൊട്ടൻഷ്യൽ എന്നുള്ളതിൽ തന്നെ അർത്ഥമുണ്ട്. എന്താ? പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ, പൊട്ടൻഷ്യൽ ഈസ് സെയിം. ഒരു സർഫസിലെ എല്ലാ പോയിന്റുകളിലും പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ ആ സർഫസിനെ വിളിക്കുന്ന പേരാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ക്ലിയർ? ദ സർഫസ് ഓൺ വിച്ച് ഓൾ പോയിന്റ്സ് ഹാവ് ഈക്വൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് കോൾഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പൊ നമുക്ക് എന്താണ് മനസ്സിലായി? ഒരു 4 പോയിന്റെങ്കിലും അതിനെക്കുറിച്ച് നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാനും അറിയണം. അപ്പൊ ഞാൻ പോയിന്റ്സ് പറയുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക. 1, ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ എല്ലാ പോയിന്റ്സിലും പൊട്ടൻഷ്യൽ സെയിം ആണെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും 2 പോയിന്റിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? 2 പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ പൊട്ടൻഷ്യലിന്റെ വ്യത്യാസം എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ ഏതൊരു 2 പോയിന്റുകൾ എടുത്താലും അവർക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിക്കംസ് 0. എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ബിറ്റ്വീൻ ദ 2 പോയിന്റ്സ്. അപ്പോ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ 2 പോയിന്റുകൾക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെന്ന് പറഞ്ഞാൽ ഈ 2 പോയിന്റുകൾക്കിടയ്ക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നീക്കാൻ വേണ്ട വർക്ക് 0 ആണെന്നർത്ഥം. അപ്പൊ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മാത്രം നീക്കാൻ വേണ്ട വർക്കാണോ? 0 അല്ല. നമ്മളിപ്പോ നേരത്തെ കണ്ട പോലെ W = Q × V ആണ്. Q എന്ന് പറയുന്ന ചാർജിനെ നീക്കാൻ വേണ്ട വർക്ക് അപ്പോ Q × V. അപ്പൊ V പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ 2 പോയിന്റുകൾക്കിടയ്ക്ക് 0 ആണെങ്കിൽ ഏത് ചാർജിനെ നീക്കാൻ വേണ്ട വർക്കും 0 ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്, ദ വർക്ക് ഡൺ ടു മൂവ്
any charge along the equipotential surface is 0. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ മുകളിലൂടെ ഏതൊരു ചാർജിനെ നീക്കാൻ വേണ്ട വർക്കും 0 ആയിരിക്കും. കാരണം അവിടെയൊക്കെ എല്ലാ പോയിന്റുകൾക്കിടയ്ക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, the next important point, the electric field is always normal to the equipotential surface. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് എപ്പോഴും നോർമൽ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. നന്നായി മനസ്സിലാക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ വേഗം പറയാം. നമുക്കറിയാം, ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയായിരുന്നു? നമ്മൾ കണ്ടെത്തിയിരുന്നു 1/4πε0 p cos θ/r². തീറ്റയുടെ സ്ഥാനത്ത് 90 ഡിഗ്രി കൊടുത്താൽ ഇക്വറ്റോറിയൽ ലൈൻ കിട്ടും. കോസ് 90 0 ആയതുകൊണ്ട് ഇക്വറ്റോറിയൽ ലൈനിലെ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ 0. പൊട്ടൻഷ്യൽ 0 ആണെങ്കിൽ പൊട്ടൻഷ്യൽ സെയിം തന്നെയല്ലേ അർത്ഥം. സോ ദാറ്റ് ഈസ് എൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പൊ ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ ലൈനിലൂടെ പാസ് ചെയ്യുന്ന ആ ഇക്വറ്റോറിയൽ ലൈനിലെ എല്ലാ പോയിന്റ്സും എന്താണ്? ഒരേ പൊട്ടൻഷ്യൽ ഉള്ളവരാണ്. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഇലക്ട്രിക് ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് ഡൈപോൾ മൊമെന്റിന് ആന്റി പാരലൽ ആയിട്ടായിരുന്നു, എതിരായിട്ടായിരുന്നു. +q നിന്ന് -q ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരുന്നു, അല്ലെ? -q നിന്ന് +q ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ അതിന് ഓപ്പോസിറ്റ് ആണ്. ഓർമ്മ നിങ്ങൾക്കുണ്ട് ഫോർമുല, -1/4πε0 p/r³, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എവിടുന്ന് അങ്ങോട്ടാണ്? +q നിന്ന് -q ആ സർഫസിലെ അതായത് സ്വാഭാവികമായിട്ടും ആ ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. ഏത് ലൈനിന്? ഇക്വറ്റോറിയൽ ലൈനിന് പെർപെൻഡിക്കുലർ ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞ പോയിന്റിലെത്തി. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആണ് ഇലക്ട്രിക് ഫീൽഡ്. വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ 2 പോയിന്റ് ഞാൻ പറഞ്ഞു. ഒന്ന്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ മുകളിലൂടെ ചാർജിനെ നീക്കാൻ വേണ്ട വർക്ക് 0. 2, ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് എപ്പോഴും നോർമൽ ആണ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി നമുക്ക് 2-3 ചിത്രങ്ങൾ വരയ്ക്കാം. ഒരു ഐസൊലേറ്റഡ് പോയിന്റ് ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? നമ്മളറിയാം, പോയിന്റ് ചാർജിന്റെ പൊട്ടൻഷ്യൽ 1/4πε0 q/r. ഈ ഫോർമുല പ്രകാരം ഒരേ പൊട്ടൻഷ്യൽ കിട്ടുന്ന എല്ലാ പോയിന്റുകളും കൂട്ടി വരച്ചാൽ 6 സെയിം ആണെങ്കിൽ എല്ലാ 6 സെയിം ഉള്ള പോയിന്റുകളും കൂട്ടി വരച്ചാൽ എന്തായിരിക്കും ഷേപ്പ് ഉണ്ടാവുക? ഒരു പോയിന്റ് ചാർജിനെ നടുവിൽ നിർത്തി 6 ദൂരത്ത് എല്ലാ പോയിന്റുകളും കൂട്ടി വരച്ചാൽ എന്തായിരിക്കും ഷേപ്പ് ഉണ്ടാവുക? സർക്കിൾ ആണോ? അല്ല, ദാറ്റ് ഈസ് എ സ്ഫെറിക്കൽ സർഫസ് ആയിരിക്കും. അപ്പൊ ദാറ്റ് സ്ഫെറിക്കൽ സർഫസ് ഈസ് എ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പൊ നോക്കൂ, ഈ പോയിന്റ് ചാർജ് +q, അതിന് ചുറ്റും ഞാൻ വരച്ച ഈ സ്ഫെറിക്കൽ സർഫസ് ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പൊ ഈ സർഫസിന്റെ മുകളിലൂടെ ഒരു ചാർജിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കാൻ വേണ്ട വർക്ക് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഒരുപാട് അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. ഇനി വേറൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈ സർഫസിന്റെ പൊട്ടൻഷ്യലും ഈ സർഫസിന്റെ പൊട്ടൻഷ്യലും സെയിം അല്ല. റേഡിയസ് കൂടുന്തോറും നിങ്ങൾക്കറിയാം പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. അപ്പൊ വേറൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് ഈ വരച്ചത്, വലിയൊരു സ്ഫിയർ. അപ്പൊ ഇങ്ങനെ കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ഒക്കെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളാണ്. ആരുടെ? ഐസൊലേറ്റഡ് പോയിന്റ് ചാർജ്. പരീക്ഷയ്ക്ക് പലവട്ടം ചോദിച്ചൊരു ചോദ്യമാണ്. പോയിന്റ് ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കുക അല്ലെങ്കിൽ ഷേപ്പ് എഴുതുക. ഷേപ്പ് ഈസ് കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആണ്. ആ സ്ഫിയറിന്റെ മുകളിൽ ഏതെങ്കിലും ഒരു സ്ഫിയർ വരച്ചാൽ അതിന്റെ മുകളിലൊക്കെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. എങ്ങനെയായിരിക്കണം? ഈ പോയിന്റ് ചാർജ് എവിടെ ഇരിക്കണം? അതിന്റെ സെന്ററിൽ ഇരിക്കണം. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് എ ഐസൊലേറ്റഡ് പോയിന്റ് ചാർജ് ഈസ് കോൺസെൻട്രിക് സ്ഫിയേഴ്സ്. ഇനി നമുക്കറിയാവുന്ന യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കാണിച്ചു. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, പാരലൽ ലൈൻസ്, സെയിം ഡയറക്ഷനിൽ ഏറോ മാർക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് നോർമൽ ആണ് ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഇലക്ട്രിക് ഫീൽഡിന് നോർമൽ ആയിരിക്കണം ഇക്വിപൊട്ടൻഷ്യൽ. അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്ന ഇങ്ങനെയുള്ള സർഫസുകൾ, ഈ പ്ലെയിനുകളൊക്കെ എന്തായിരിക്കും? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പൊ പാരലൽ പ്ലെയിൻസ് ഒക്കെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആവും. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇനി ഇതേപോലെ ചോദിക്കുന്ന മറ്റൊരു എക്സാമ്പിൾ ആണ് ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയായിരിക്കും? ഇലക്ട്രിക് ഡൈപോളിന്റെ നമ്മളിപ്പോ പറഞ്ഞു ഇക്വറ്റോറിയൽ ലൈനിലെ പൊട്ടൻഷ്യൽ എല്ലാ പോയിന്റിലും 0 ആണ്. അപ്പൊ അതുകൊണ്ടേ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിട്ട് മാറും ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഭാഗം. ഇനി അവിടുന്ന് അങ്ങോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ എലിപ്റ്റിക്കൽ ഷേപ്പിലായിരിക്കും ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഉണ്ടാവുക. നോക്കിക്കോളൂ, അത് നോക്കൂ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ ഇടയിലുള്ള സ്ഥലത്ത് പൊട്ടൻഷ്യൽ +q-ന്റെയും -q-ന്റെയും കൂടിയിട്ട് എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ അതുകൊണ്ട് അതേ പൊട്ടൻഷ്യൽ കിട്ടാൻ ഇപ്പുറത്തുള്ള പോയിന്റ് കൂടുതൽ ദൂരത്തേക്ക് പോയാൽ മതി. അപ്പൊ ഇടയിൽ +q-നും -q-നും ഇടയിലുള്ള പോയിന്റുകളിൽ റേഡിയസ് കുറവായും പുറത്തുള്ള പോയിന്റിൽ റേഡിയസ് കൂടുതലായിട്ടുള്ള എലിപ്റ്റിക്കൽ ഷേപ്പിൽ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഷേപ്പിലായിരിക്കും ആരുടെ ഉണ്ടാവുക? ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഉണ്ടാവുക. അപ്പൊ മൂന്നാമത്തെ എക്സാമ്പിൾ ആയി. അപ്പൊ ആരൊക്കെ ഞാൻ പറഞ്ഞു? പോയിന്റ് ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് സ്ഫെറിക്കലാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അതിന് നോർമൽ ആയിട്ടുള്ള പ്ലെയിനുകളാണ്. ഇപ്പൊ പറഞ്ഞ ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈ ഷേപ്പ് പോലെ, എലിപ്റ്റിക്കൽ ഷേപ്പ് പോലെയാണ്. ഇനി ഏതൊരു കണ്ടക്ടറിന്റെയും
ശ്രദ്ധിക്കുക, ഏതൊരു കണ്ടക്ടറിന്റെയും സർഫസ് ഈസ് ആക്ടിങ് ആസ് അൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇപ്പൊ ഇവിടെയൊക്കെ ഇലക്ട്രിക് ഫീൽഡ് നോർമൽ ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് വരച്ചാൽ നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയല്ലേ വരിക. ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ ഏത് പോയിന്റിലും ഈ പറഞ്ഞ ആരോ മാർക്ക് പ്രകാരം ഇലക്ട്രിക് ഫീൽഡിനെ നിങ്ങൾക്ക് ആർക്ക് വരയ്ക്കാൻ അറിയാം. അവിടെയൊക്കെ ഈ സർഫസിന് നോർമൽ ആയിരിക്കും. അത് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് നോർമൽ ആയിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു കണ്ടക്ടറിന്റെ ഏത് ഷേപ്പിലുള്ള കണ്ടക്ടർ ആണെങ്കിലും, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സിലിണ്ടറിക്കൽ കണ്ടക്ടർ ഒക്കെ ആണെങ്കിലും അവരുടെയൊക്കെ സർഫസ് എന്തായിരിക്കും? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആവും. അപ്പൊ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിൽ അവിടത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒരു പോയിന്റ് കൂടി പറഞ്ഞു ഞാൻ ആ ക്ലാസ് അവസാനിപ്പിക്കും. അപ്പൊ അങ്ങനെ ഒരു ചാർജ്ഡ് കണ്ടക്ടർ, ഒരു കണ്ടക്ടർ ഉണ്ടെന്ന് കരുതുക. ആ കണ്ടക്ടറിന്റെ മുകളിൽ ചാർജിനെ നീക്കാൻ വേണ്ട വർക്ക് എത്രയായിരിക്കും? അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണിനെ നമ്മൾ ഇങ്ങോട്ട് നീക്കുക, ഇവിടേക്ക് നീക്കുക. ഒരു dl ദൂരത്തേക്ക് നീക്കാൻ വേണ്ട വർക്ക് എത്രയായിരിക്കും? We know the work done is equal to dw equal to E dot dl. Okay, ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സിന്റെ സ്ഥാനത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ ആയിട്ട് പറയാം E dot dl. So that becomes എന്തായിട്ട് മാറും? ഇയും ഡിഎല്ലും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് that becomes 0. ഓർമ്മയിൽ വെച്ചോളാം, the work done to move a charge along the surface of an conductor is 0 because the conductor surface is acting as equipotential surface. Equipotential സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് നോർമൽ ആണ്. അതുകൊണ്ട് സർഫസിലൂടെ ഏതൊരു ചാർജിനെ നീക്കുമ്പോഴും വർക്ക് ഡൺ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡിനെ കൊടുക്കാം. ഇലക്ട്രിക് ഫീൽഡും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ പെർപെൻഡിക്കുലർ ആയി കഴിഞ്ഞാൽ വർക്ക് ഡൺ 0 ആയി. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആയാൽ വർക്ക് 0 നമുക്ക് അറിയുന്നത് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ആ ഫോഴ്സിന്റെ സ്ഥാനത്ത് വരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് നോർമൽ ആണ്. അപ്പൊ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലൂടെ ഒരു ചാർജ് നിൽക്കുന്ന സമയത്ത് E dot dl എന്ന് പറയുന്ന ആ വർക്ക് ഡൺ ഇക്കും ഡിഎല്ലിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് എന്തായി മാറും? 0 മാറും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു കണ്ടക്ടറിന്റെ മുകളിൽ ചാർജ് നീങ്ങാൻ വേണ്ട വർക്ക് ഡൺ ഈസ് 0 ആണ്. The work done. So the conductor is acting as an equipotential surface. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കൂടുതലായൊന്നും പറഞ്ഞില്ല. ഒന്ന്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ് എന്താണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, equipotential surface. Draw equipotential surface of uniform electric field. Draw the equipotential surface of isolated point charge or an electric dipole. വരയ്ക്കാൻ പറഞ്ഞാൽ അറിയണം. Give the properties. വർക്ക് ഡൺ കാണാൻ പറയുമ്പോൾ equipotential സർഫസിലൂടെ നീങ്ങുമ്പോൾ വർക്ക് ഒക്കെ എത്രയാണ്? 0 ആയിട്ട് മാറും. ഓക്കെ, ചെറിയൊരു ടോപ്പിക് എടുത്തിട്ടുള്ളൂ. നിങ്ങൾ നന്നായി പഠിക്കുക. പ്രോബ്ലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ടിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.